ഇപ്പോൾ മുഹറത്തിൻ്റെ നോമ്പ് നോറ്റ് നേരെ അദ്നാനുസ്താൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയത്. ഉസ്താദ് കൊലായി തന്നെ ഉണ്ട്, നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. മാഷാ അല്ലാ. അകത്തേക്ക് കയറി നോക്കുമ്പോൾ റൂമിൽ പ്രത്യേകമായൊരു അതിഥിയെ കണ്ട്. വേറെ ആരുമല്ല, നമ്മൾ റബി ഉസ്താദാണ് കേട്ടോ. മാഷാ അല്ലാ. സംഭവം ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അങ്ങനെ അദ്നാനുസ്താൻ്റെ വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോകാനുള്ള ഷംസീറിൻ്റെ വീട്ടിലേക്കായിരുന്നു. വൈക്കം തന്നെ ആളെ കിട്ടി. ഏതായാലും വൈകൊക്കെ നല്ലോണം പറഞ്ഞെന്നോ മുമ്പിൽ വിട്ടു. അങ്ങനെ നേരെ ഷംസീറിൻ്റെ വീട്ടിലേക്ക് കുറച്ച് കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ഞങ്ങൾ വീട്ടിലെത്തി. കല്യാണത്തിന് ഏതായാലും കൂടാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഓനൊന്ന് മൊഞ്ചാൻ നോക്കിയിട്ടാ. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുടങ്ങി. നോമ്പ് തുറന്ന ഉടനെ കണ്ട തന്നെ അദ്നാനുസ്താൻ്റെ മെഡിസിൻ്റെ പെട്ടിയാണ്. സുബ്ഹാനല്ലാ. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഷംസീറിൻ്റെ വീട് പറഞ്ഞാൽ നമ്മൾ ദർസ് പഠിച്ചപ്പോൾ പഴയ ചിലവ് വീടാണ്, ഭക്ഷണം കഴിച്ച വീടാണ്. ഏതായാലും അൽഹംദുലില്ലാ നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോഴേക്കും അവന് മൈക്ക് സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരുന്ന് മദ്ഹുകൾ ചൊല്ലി, പല രീതിയിലും പല ഭാഷയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഉസ്താദിൻ്റെ മദ്ഹ് കേൾക്കാൻ പ്രത്യേക ഒരു രസമാട്ടോ. അങ്ങനെ മജ്‌ലിസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച്. ഏതായാലും ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ റാഹത്തായി. അങ്ങനെ ഞങ്ങൾ അദ്നാനുസ്താൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ നമ്മൾ ഇല്യാസ് ഉസ്താദിനെ ഒന്ന് കണ്ടിരുന്നു. ഏതായാലും ഒക്കെ കഴിഞ്ഞ് റാഹത്തായി വീട്ടിലേക്ക്.